രമ്യ ഒരു മുക്കുവനായിരുന്നു. അയാൾ കടൽ തീരത്ത് ജീവിച്ചിരുന്നു. രമ്യ എപ്പോഴും കൂട്ടുകാരൻ ബന്ദിയയുടെ കൂടെ കടലിൽ മീൻ പിടിക്കാൻ പോകും. കടലിന്റെ മധ്യത്തിൽ തോണി നിർത്തും. രാമു ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ പതി. പകൽ മുഴുവനും ഉറങ്ങി രാത്രി കരയുന്നത് എന്താണ്? എത്രത്തോളം കരയുന്നു അത്രത്തോളം പ്രകാശം തരുന്നു. പകലുറങ്ങി രാത്രി പ്രകാശം തരുന്നു. നിങ്ങൾക്കറിയില്ലേ? ഞാൻ പറയട്ടെ, ഒന്ന് നിൽക്ക്. അതാണ് മെഴുകുതിരി. അത് രാവിലെ എരിയില്ല, രാത്രി എരിയുന്നു. അത് ഉരുകി താഴെ വീഴുന്നു, പ്രകാശവും തരുന്നു. എന്താ ഉത്തരം ശരിയില്ലേ? എൻ്റെ ചേട്ടാ, ഇത്തവണയും നിങ്ങൾ ജയിച്ചു. രമ്യയ്ക്ക് വിദ്യാഭ്യാസമില്ല, പക്ഷെ നല്ല അറിവുണ്ടായിരുന്നു. രമ്യ വീട്ടിലെത്തി ഭാര്യയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. അതെ, ഭണ്ഡ്യ ചേട്ടൻ പറഞ്ഞതല്ലേ നാളെ വരില്ലാന്ന്. ഭാര്യയും കൊണ്ട് ഭാര്യ വീട്ടിലേക്ക് പോവാണെന്ന്. ഓഹോ, അതെയോ? ആ ഭണ്ഡ്യ ചേട്ടനെ കണ്ടില്ലേ, ഭാര്യയും കൂട്ടിക്കൊണ്ട് ഭാര്യ വീട്ടിലേക്ക് പോയത്. പക്ഷെ നിങ്ങളോ? അടുത്ത ആഴ്ച നിന്നെയും കൊണ്ടുപോകും നിന്റെ അമ്മയുടെ വീട്ടിലേക്ക്. അതെയോ? സത്യമാണോ? രമ്യയുടെ ഭാര്യയ്ക്ക് വളരെ സന്തോഷമായി. അടുത്ത ദിവസം രമ്യ അന്ന് വീട്ടിൽ നിന്ന് തനിച്ചാണ് മീൻ പിടിക്കാൻ പോയത്. സാരമില്ല, ഇന്ന് ഞാൻ തനിച്ചു പോയി മീൻ പിടിക്കും. രമ്യ തോണിയും കൊണ്ട് കടലിനുള്ളിലേക്ക് പോയി. കുറച്ചു ദൂരം ചെന്ന ശേഷം അയാൾ തന്റെ വല വീശി. എന്നിട്ട് അയാൾ കുറച്ചു നേരം കാത്തിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അയാൾ തന്റെ വല വലിച്ചു. ആ വലയ്ക്കുള്ളിൽ നിറയെ മീനുകൾ കുടുങ്ങിയെന്ന് അയാൾ വിചാരിച്ചു. അതിശക്തിയോടെ അയാൾ വല വലിച്ചു. ആഹാ, എന്താണിത്? വെറും 4 മീനോ? ഇതെന്താ ഒരു കുപ്പി? രമ്യ ആ ബോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുലുക്കി നോക്കി. എന്നിട്ട് അയാൾ ആ കുപ്പി തുറന്നു. ഞാൻ ജിങ്കാരയാണ്. 100 വർഷം മുമ്പ് ഞാൻ ഒരു ശക്തിമാനായ മന്ത്രവാദിയായിരുന്നു. എൻ്റെ പേര് കേട്ടാൽ ഓരോ ജീവജാലങ്ങളും വിറയ്ക്കും. എന്നാൽ ഒരു ശാപം കാരണം ഞാൻ ഈ കുപ്പിക്കകത്തായി. നീ ഇപ്പോൾ എന്നെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ ഇപ്പോൾ തിന്നും. ഭൂതത്തെ കണ്ട് രമ്യ ഭയപ്പെട്ടു. പക്ഷെ രമ്യ ആലോചിച്ചു നോക്കി. ഞാൻ നിങ്ങളെ സ്വതന്ത്രനാക്കി, എന്നിട്ട് നിങ്ങൾ എന്നെ തിന്നുമെന്നോ? അതെ, തീർച്ചയായും. 100 വർഷമായി ഞാൻ ഒരു മനുഷ്യനെ തിന്നിട്ട്. ഇന്നെനിക്കൊരു സദ്യ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അയ്യോ എൻ്റെ ദൈവമേ, ഞാൻ എന്ത് ചെയ്യും? നിനക്കിപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇന്നത്തെ എൻ്റെ ആഹാരം നീയാണ്. നിങ്ങൾ എന്നെ കൊന്നു തിന്നുമെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റി തരണം. ആഗ്രഹമോ? എന്തിന്? ശരി, പറയൂ, എന്താണ് വേണ്ടത്? അവസാനത്തെ ആഗ്രഹം എന്താണ്? നിങ്ങൾ ഇത്ര വലിയ ഭക്തിമാനാണ്, പക്ഷേ ഇത്രയും ചെറിയ കുപ്പിക്കുള്ളിൽ നിങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞു കൂടിയതെന്ന് മനസ്സിലാവുന്നില്ല. നിന്നെ പോലുള്ള മനുഷ്യർക്ക് ഇതുപോലെയുള്ള വേണ്ടാത്ത ചിന്തകളാണ്. നിൽക്ക്, അത് എങ്ങനെയാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഭൂതം തന്റെ രൂപം ചെറുതാക്കി ആ കുപ്പിക്കകത്തേക്ക് കയറി. അപ്പോൾ രമ്യ പെട്ടെന്ന് കുപ്പിയുടെ മൂടി അടച്ചു. അയ്യോ, ദൈവാധീനം കൊണ്ട് ഇന്നെന്റെ ജീവൻ രക്ഷപ്പെട്ടു. ഇത് വേണ്ട, ഈ കുപ്പി എനിക്ക് വേണ്ട. രമ്യ ആ കുപ്പി കടലിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. രമ്യയുടെ സാമർത്ഥ്യമാണ് അവന്റെ ജീവൻ രക്ഷിച്ചത്. എന്റെ സംസാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്റെ ചാനൽ കുക്കു TV ആണ്. ഹായ്, ഞാൻ ഷൈനി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം. കൂട്ടുകാരോട് പറയാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.